നമ്മുടെ നാട്ടിലെ മക്കൾ എങ്ങനെ ഇന്നിപ്പോൾ ഈ രീതിയിലുള്ള സ്വഭാവ വൈകൃതങ്ങളിലേക്കും വൈകല്യങ്ങളിലേക്കും മാറുന്നു? അത് നമ്മൾ തിരിച്ചറിയാനുള്ള സമയമായി. തിരിച്ചറിയണം. ഞാൻ പറയുന്നത് എല്ലാ മക്കൾ, എൻ്റെ മക്കളെ ഉൾപ്പെടെയുള്ള എല്ലാ മക്കളെയും കുറിച്ചാണ്. അതേപോലെ സാമൂഹ്യ അന്തരീക്ഷം, ഇതിനെക്കുറിച്ച് ഉള്ള ഒരു നല്ല റൈറ്റപ്പ് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ശ്രീ ദാവൂദ് ഖാദർ അയച്ചു തന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് യഥാർത്ഥത്തിൽ കാണുന്നതാണ്, ഇന്നത്തെ തലമുറയിലെ കാണുന്നതാണ് അത് വേണ്ടത്. അപ്പോൾ ഇതെല്ലാവരുടെയും ശ്രദ്ധയിലൊന്ന് പെടുത്തണം എന്നെനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്യാപ്ഷൻ, ഇന്നത്തെ തലമുറയിലെ മക്കൾ എന്താണ്? ലക്ഷ്യങ്ങളില്ല, കടപ്പാടില്ല, ബന്ധങ്ങളില്ല, ബന്ധുക്കളെ ഇഷ്ടമില്ല, നാട്ടുകാരെ ഇഷ്ടമല്ല, പാതിരാത്രി സഞ്ചാരങ്ങൾ, ചോദ്യം ചെയ്താൽ വീട്ടിൽ ബഹളം, രാത്രി 2 മണി വരെ ഉറങ്ങില്ല, എന്നിട്ടോ ഉച്ചവരെ ഉറങ്ങി ഉച്ചയ്ക്ക് എഴുന്നേൽക്കുന്നു, സ്വന്തം വീട്ടിലെയോ പറമ്പിലെയോ ഒരു പണിയും ചെയ്യില്ല, വില കുറഞ്ഞ വസ്ത്രങ്ങൾ, ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല, സ്വന്തം സമ്പാദിക്കുന്ന തുക സ്വന്തം കാര്യത്തിന് മാത്രം, നിയമത്തോടും നിയമവ്യവസ്ഥയോടും പുച്ഛം, ആചാരങ്ങളോട് സംവിധാനങ്ങളോട് അവഗണന, തിന്നാനുള്ളത് മേശയിൽ കിട്ടണം, കഴിച്ച പാത്രമോ ഉടുത്ത തുണിയോ കഴിയില്ല, കടയിൽ പോയി സാധനം വാങ്ങാൻ മടി, നാട്ടുകാരോടും ബന്ധുക്കളോടും മിണ്ടില്ല, പിന്നെ എങ്ങനെയെങ്കിലും കുടുംബസ്വത്ത് ബാങ്കിൽ പണയം വെപ്പിച്ച് യൂറോപ്പിന് പോകാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യും. ഇല്ലെങ്കിൽ ഒരു വണ്ടി വേണം, മുടി സ്ട്രെയിറ്റ് ചെയ്യണം, കളറടിക്കണം. ഇല്ലെങ്കിൽ മാതാപിതാക്കളോട് കലഹം, രക്ഷപ്പെട്ടാൽ ഭാഗ്യം. ചിലപ്പോൾ ഇങ്ങനെ അക്രമത്തിലും കൊലപാതകത്തിലും എത്തും. ചില മക്കൾ ആത്മഹത്യ ചെയ്യും. ജീവിതകാലം മുഴുവൻ മാതാപിതാക്കൾക്ക് കണ്ണുനീർ മാത്രം ബാക്കി. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നവരെ 80K ആളുകൾ തന്ത വൈബ് എന്ന് വിളിച്ച് ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടും. ഇതിൽ ആണ് പെണ്ണ് എന്ന വ്യത്യാസമേ ഇല്ല. എൻ്റെ ലൈഫ് എൻ്റെ തീരുമാനം എന്ന രീതിയിൽ പോസ്റ്റുകളിടും. സ്വാതന്ത്ര്യം വേണം, അത് മാത്രം ചിന്ത. ആർക്ക് പോയി? നല്ല ഭക്ഷണം കഴിക്കാതെയും നല്ല വസ്ത്രം ധരിക്കാതെയും ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും നടത്തിക്കൊടുത്ത മാതാപിതാക്കൾ അവസാന നാൾ വരെയും കഴുതകളെപ്പോലെ പണിയെടുക്കണം. മാതാപിതാക്കളുടെ ബന്ധുക്കളുടെ അമിതലാളന, അവർ തന്നെ അതിന് കാരണക്കാർ. ഇല്ലായ്മ എന്നൊന്ന് ഇവർ അറിഞ്ഞിട്ടില്ല. ശിക്ഷണക്കുറവും ഭക്ഷണ കൂടുതലും, കാശില്ലെങ്കിലും കടം വാങ്ങി ഇവരുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കും. അത് അത്യാവശ്യമാണോ, ആവശ്യമാണോ, അനാവശ്യമാണോ എന്ന് ചിന്തിക്കുക കൂടിയില്ല. ഇല്ലാത്ത പൈസ മുടക്കി മറ്റുള്ളവരുടെ ഒപ്പം എത്തിക്കാൻ മൊബൈൽ, വാഹനം. ചെറുപ്പത്തിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതെ പോയത്, വല്ലായ്മകൾ അറിയിക്കാതെ പോയത് ഒക്കെ മാതാക്കളുടെ തെറ്റ് തന്നെയാണ്. അതാരും ചിന്തിക്കാറില്ല എന്നതാണ് വാസ്തവം. മാതാപിതാക്കൾക്ക് മക്കളുടെ അമിത വിശ്വാസവും അവരുടെ തെറ്റുകളുടെ ന്യായീകരണവും മക്കൾക്ക് തിന്മയിലേക്കുള്ള പാത തെളിയിക്കുന്നു. ഒന്നേ ചെയ്യാനുള്ളൂ, മക്കൾക്ക് വേണ്ടി ഒത്തിരി സ്വത്തുക്കൾ ഉണ്ടാക്കാതെ ഇരിക്കുക, പറയുന്ന ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കാതെ ഇരിക്കുക, അവർക്ക് മാന്യമായ വിദ്യാഭ്യാസം കൊടുക്കുക, ഇല്ലായ്മകൾ അറിയിച്ച് അവരെ വളർത്തുക, അവരെ ചെറുപ്പം മുതലേ സ്വയം പര്യാപ്തരാവാൻ ശീലിപ്പിക്കുക, തെറ്റുകൾ ചെറുപ്പം മുതലേ തിരുത്തുക, ശാസനയും ശിക്ഷണവും വേണ്ടതുപോലെ നൽകുക. എൻ്റെ കുട്ടി എല്ലാ കാര്യത്തിലും ഒന്നാമനാവണം എന്ന ചിന്ത മാതാപിതാക്കൾ ഉപേക്ഷിക്കുക തന്നെ വേണം. ചിന്തകൾ മാറ്റിയെടുക്കേണ്ടത് ഓരോരുത്തരുമാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ്. ഇത് ഞാൻ വായിച്ചു കേട്ടു. വളരെ വലിയ റൈറ്റപ്പാണ്. ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങളെല്ലാം വെളിവാകുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെ നമ്മൾ ഇത് ആരുടെ ഭാഗത്തായി കുഴപ്പം? ഇതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഭാഗത്താണ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ടോ, കരഞ്ഞുകൊണ്ട് വന്നിരുന്നിട്ട് ഇവിടെ പറയും, മക്കളുടെ ഇന്നുള്ള ഉപദ്രവം വരുമ്പോഴാണ് വരുന്നത്, ഞാൻ അവനെ ഒരു കഷ്ടപ്പാടും അറിയിക്കാതെ വളർത്തിയെന്ന് പറയും. ഞാൻ പറയും, വിഡ്ഢി, ഇയാൾ മഹാവിഡ്ഢിയാണ്. വീട്ടിലെ കഷ്ടപ്പാട് അറിയിക്കാതാണോ മക്കൾ വളർത്തുന്നത്? വീട്ടിലെ കഷ്ടപ്പാടെന്ന് പറയുന്നത് മക്കൾ അറിഞ്ഞിരിക്കണം. അച്ഛൻ്റെ അമ്മയുടെ വേർപ്പ് ഇവൻ ഓരോ രൂപ ചെലവാക്കുന്നതിലും ഉണ്ട് എന്ന്, ആ കഷ്ടപ്പാടിൻ്റെ വേർപ്പുണ്ടെന്ന് അവൻ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ അവൻ എങ്ങനെ നന്നാവും? അവൻ നന്നാവത്തില്ല. കാരണം അവൻ നോക്കുമ്പോൾ അവൻ ചോദിക്കുന്ന എല്ലാം വാങ്ങി കൊടുക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല അവന്. അത് കൊടുക്കേണ്ട ജോലി, ബാധ്യത എന്ന് പറയുന്നത് അച്ഛൻ്റെ അമ്മയുടെ ആണെന്നാണ് അവൻ്റെ കാഴ്ചപ്പാട്.
അവർ കിടന്ന് മുണ്ട് മുറുക്കി കൊടുത്ത് പട്ടിണി കിടന്ന് അല്ലെ കഷ്ടപ്പെട്ട് ഒരു ചെരുപ്പ് പോലും ധരിക്കാതെ അവർ വെറും കാലുകളുമായിട്ട് നടന്ന് നഗ്നപാതരായിട്ട് നടന്നാണ് ഇവർ ചെരുപ്പും ഷൂവും വാങ്ങിക്കൊടുക്കുന്നത്. പക്ഷെ അത് ആ മക്കൾ തിരിച്ചറിയാറുണ്ട്? ഒരിക്കലും ഇല്ല. ഇത് ചോദിച്ചാൽ എന്ത് പറയുന്നറിയും? ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട്, അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്, എല്ലാ അച്ഛനും അമ്മയും ചെയ്യുന്നതല്ലേ, അതുപോലെ നിങ്ങൾ ചെയ്യണം. ഇതാണ് അവൻ പറയുന്നത്. ഇതാണ് കാര്യം. അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. ചെയ്തു കൊടുത്തിട്ട് അവസാനം അവൻ്റെ ഇന്ന് വാങ്ങിക്കണം. അതാണ് വേണ്ടത്. വാങ്ങുമെന്ന് പറയുന്നത്, ആരെങ്കിലും മക്കള് ഇന്ന് തന്തമാരെ സംരക്ഷിക്കാറുണ്ടോ? ഈ തന്ത വൈബ് എന്നൊക്കെ പറയല്ലേ, എന്ത് പറഞ്ഞാലും ആ രീതിയിലല്ലേ പറയുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട ഒരു ടേം എന്ന് പറയുന്നത് ഈ തന്ത വൈബ് എന്ന് പറയുന്നതാണ് എന്നൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. രസകരമാണ്. കാരണം ഈ അച്ഛനും അമ്മയൊന്നും പറയുന്നത് ഇവർക്ക് ഇഷ്ടമല്ല കേൾക്കാൻ. അത് തന്ത വൈബാണ്. അത് ആ രീതിയാണ്. അല്ലെ അമ്മമ്മ വൈബ്, അല്ലെ അപ്പൂപ്പൻ വൈബ്. ഇതാണ്, ഈ രീതിയിലാണ്. പ്രായമുള്ളവരൊന്നും പറയുന്നത് കേൾക്കാനൊന്നും ഇവരാരും തയ്യാറല്ല. അപ്പോൾ ഇത് ഈ കുട്ടികളുടെ മക്കളുടെ കുഴപ്പമാണോ അതോ അച്ഛനമ്മമാരുടെ കുഴപ്പമാണോ? മാതാപിതാക്കളുടെ കുഴപ്പം തന്നെയാണ്. അവർ കഷ്ടപ്പാട് വളർത്തി മനസ്സിലാക്കി അവർ വളരണം. ഇവർ കിടന്ന് നടക്കുന്ന കഷ്ടപ്പാടുണ്ടല്ലോ, അത് അവർ തിരിച്ചറിയണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് നാശമായി പോകും. പിന്നെ ഇതേപോലെ ഈ പറയുന്നത് പോലെ മക്കൾ വീട്ടിൽ കിടന്നുറങ്ങുന്നത് രാത്രി 2 മണി വരെ എഴുന്നേറ്റിരിക്കും. അവനെ മൊബൈലിലും കമ്പ്യൂട്ടറിലും അത് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഇവരാരും ഒന്നും ഇടപെടത്തില്ല. ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് കാഴ്ചപ്പാട്. വളരെ വലിയ സ്വാതന്ത്ര്യമാണല്ലോ ഈ കുട്ടികൾക്കുള്ളത്. ഇടപെടാൻ പാടില്ല. 2 മണി കഴിയുമ്പോൾ കിടന്ന് ഉറങ്ങും. ഉറങ്ങിയിട്ട് നട്ടുച്ചവരെ അവൻ കിടന്ന് ഉറങ്ങും, വെയിലടിക്കുന്നവരെ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് അന്തസ്സായിട്ട് അവിടെ പോയിരുന്ന് പല്ലുകുരുതേക്കാതെ വല്ലതും വാങ്ങിച്ച് തിന്നും. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വീടുകളിൽ നടക്കുന്ന കാര്യമാണിത്. യഥാർത്ഥത്തിൽ ഈ സന്ദേശം ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. മക്കളെ എങ്ങനെ വളർത്തണം, ഏത് രീതിയിലായിരിക്കണം മക്കളോടുള്ള പെരുമാറ്റം എന്നുള്ളത്. അവൻ പിന്നെ വേറെ കാര്യമുണ്ട്. ഇത് എത്രയോ പേര് ഇവന്മാർ ആത്മഹത്യ ചെയ്യുന്നു. അതിന്റെ കാര്യം എന്താ? ആത്മഹത്യ ചെയ്യുന്ന അവൻ ബൈക്ക് വേണം, ബൈക്ക് വാങ്ങിച്ചു കൊടുത്തില്ല, കയറി തൂങ്ങി. അങ്ങനെ ഉള്ളവരുണ്ട്. അവൻ തൂങ്ങാനുള്ളവനാണ്, തൂങ്ങിക്കോട്ടെ ഒന്നത്. പിന്നെ ബൈക്ക് വാങ്ങിച്ചു കൊടുത്താൽ പറയുന്ന ഉടനെ അതൊന്ന് വാങ്ങിച്ചു കൊടുക്കാൻ ഇതവന് ചോദിക്കാനിടയായത് എന്താണ്? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ്. അതുവരെയുള്ളത് എല്ലാ ഡിമാൻഡുകളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഡിമാൻഡ് അങ്ങോട്ട് വന്നാൽ അത് കേൾക്കുകയും ചെയ്തത്. ഇപ്പൊ എൻ്റെ ഒരു കൊച്ചുമോൻ വരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് എന്തെങ്കിലും അവനെ വഴക്ക് പറഞ്ഞാൽ അവൻ ചോദിച്ചത് സാധനം കൊടുത്തില്ലെങ്കിൽ തറയിലോട്ട് കിടന്നിട്ട് ഭയങ്കര കയ്യും കാലും ഇട്ട് അടിച്ചങ്ങ് ഉറച്ച് കരയും. അപ്പോൾ അതിന് ഒരു നല്ല ഡോക്ടറെ ഞങ്ങൾക്കൊരു മാർഗം പറഞ്ഞു തന്നു. ഇങ്ങനെ കരയുമ്പോഴേ നമ്മൾ ഇത് ഗവനിക്കരുത്. അതായത് ഇങ്ങനെ കരയുന്നത് നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എഴുന്നേറ്റൊക്കെ പോകണം കുറെ കഴിയുമ്പോൾ. അപ്പോൾ ഇവൻ തന്നെ എഴുന്നേറ്റ് പൊക്കോളൂ. ഇതുപോലെ ഒരൊറ്റ തവണ ഇത് പ്രയോഗിക്കേണ്ടതായിട്ട് വന്നുള്ളൂ. ഇവിടെ ഇതുപോലെ കിടന്ന് കൈയും കാലും ഇട്ട് അടിച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കി ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് കാര്യം പറഞ്ഞു. കാര്യം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഓരോരുത്തരായിട്ട് എണീറ്റ് അങ്ങോട്ടും ഒക്കെ പോയിട്ട് ഞാൻ ഒളിച്ചു നിന്ന് നോക്കി ഇവൻ എന്താ ചെയ്യുന്നതെന്ന്. നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തലതിരിച്ചൊക്കെ നോക്കി. എന്നിട്ട് കണ്ണുമൊക്കെ തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് നടന്നങ്ങ് പോയി. അതോടുകൂടി പിന്നെ അദ്ദേഹം ഈ പണി പണിഞ്ഞിട്ടില്ല. ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൻ ഓരോ കാര്യങ്ങൾക്ക് ചോദിച്ചിട്ട് ഇതുപോലെ ആവും ഡിമാൻഡ്. എടുത്തോണ്ട് നിൽക്കണം എന്ന് പറഞ്ഞ് കരയും. മൈൻഡ് ചെയ്യരുത്. എടുത്തോണ്ട് നിൽക്കാൻ എന്താ നമ്മളെ കൊണ്ട് പറ്റുമോ? എടുത്തോണ്ട് നിൽക്കാൻ പറ്റത്തില്ല. ഇത് കുറച്ചൊക്കെ വെയിറ്റ് ഉള്ളപ്പോഴാണ് ഈ എടുത്തോണ്ട് നിൽക്കണം. എടുത്തോണ്ട് നിന്നാൽ പോരാ, നടക്കണം എന്ന് പറഞ്ഞ് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിന്നാൽ പോരാ, നടക്കണം എഴുന്നേറ്റ്. ഈ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഇവർ പറയുന്ന അനുസരിച്ച് അവരുടെ താളത്തിന് തുള്ളുമ്പോൾ നമ്മൾ അവരെ നശിപ്പിക്കുകയാണ് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. നമ്മൾ കുഞ്ഞുങ്ങളെ അതോടുകൂടി ലാളിക്കുകയല്ല. അവൻ ചോദിക്കുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം നമ്മൾ സക്കം ചെയ്യുമ്പോൾ, അത് വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവനെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം. വീട്ടിലെ കഷ്ടപ്പാട് അത് നമ്മൾ കടം വാങ്ങിച്ചും കഷ്ടപ്പെട്ടുമാണ് ഇവരെ ഓരോ കാര്യം ചെയ്തു കൊടുക്കുന്നത്. മനസ്സിലാക്കണം. ഈ കടം വാങ്ങിച്ചാണ് ഇത് ചെയ്യുന്നതെന്നും വളരെ കഷ്ടപ്പെട്ടാണ് ഇത് ചെയ്യുന്നതെന്നും അവനും അവളും തിരിച്ചറിയണം. ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇത് മനസ്സിലാക്കണം. എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കണം.